2026 BJP വലിയ കണക്കുകൂട്ടലൊക്കെയാണ്, നല്ല പ്രതീക്ഷയിലൊക്കെയാണ്. 2 അക്കമാണ് BJP ഉദ്ദേശിക്കുന്നത്. എല്ലാവരും 3 അക്കം പ്രതീക്ഷിച്ചോട്ടെ. ഈ അക്കങ്ങൾ പ്രതീക്ഷിക്കുന്നത് വല്ല നഷ്ടമുണ്ടാകും? ഒരു നഷ്ടമില്ല ആർക്കും. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അക്കമൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും പിണറായി തന്നെ മൂന്നാം ഊഴവും ഭരിക്കുമെന്നുള്ള നേരാണ്. BJPക്ക് ഇവിടെ തീരെ ഓട്ടം കിട്ടാത്തൊരു പ്രദേശമാണെന്ന് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു വിഭാഗങ്ങളിലൊരു വലിയ അസംതൃപ്തി ഇവിടെ ഉണ്ട്. ന്യൂനപക്ഷങ്ങളെ ഒരുപാട് ഇരുകൂട്ടരും കണ്ടമാനം പ്രീണിപ്പിക്കുകയും ഈ ഭൂരിപക്ഷങ്ങളെ തഴയുകയും ചെയ്യുന്നുള്ള ഒരു ചിന്ത ഉള്ളപ്പോൾ അവർക്ക് പിന്നെ ഓടിച്ചെല്ലാൻ വേറൊരു സ്ഥലമില്ല, BJPയിലാണ്. ആ BJPയിലേക്ക് ആളുകൾ ഓടിക്കയറുകയാണ്. BJPയുടെ ഗുണം കൊണ്ടല്ല അവർക്ക് വോട്ട് കിട്ടുന്നത്. ഈ ഭരിക്കുന്നവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ്. നിങ്ങളൊന്നും ആലോചിച്ചു, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇപ്പോൾ ആർക്കലാണ്? വ്യവസായം ആർക്കലാണ്? ഭരണം ആർക്കലാണ്? സ്വത്തുക്കൾ ആർക്കലാണ്? ഇതെല്ലാം ഈ രാജ്യത്ത് അവർ ന്യൂനപക്ഷമല്ല, അവർ ഭൂരിപക്ഷമാണ് സാമ്പത്തികമായിട്ട് എല്ലാ മേഖലകളിലും. ന്യൂനപക്ഷം ഭൂരിപക്ഷം കണക്കാക്കേണ്ടത് ഇവിടെ പരിശോധിച്ച് നോക്കിയിട്ട് വേണം. ഇതൊന്നും നോക്കുന്നില്ല. ഇത് പണ്ടുണ്ടായിരുന്ന നിയമവും ചട്ടവും പറഞ്ഞുകൊണ്ട് ചില സമുദായങ്ങൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു സ്റ്റേറ്റ് വഴി നിങ്ങളെടുക്കുക. ആ ഒരു അസംതൃപ്തി ഇവിടെ നിൽപ്പുണ്ട്. ആ അസംതൃപ്തിയാണ് BJPയിലേക്ക് ആളോടിക്കൂടാൻ കാരണം.